കായംകുളം നഗരസഭ ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേടുകൾക്കും ജനദ്രോഹ നടപടികൾക്കുമെതിരെ LDF നഗരസഭ പാർലമെന്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭാ കവാടത്തിൽ സമരം സംഘടിപ്പിച്ചു. മാലിന്യ സംസ്കരണത്തിലെ പാളിച്ച, താലൂക്ക് ആശുപത്രിയിലെ അനാസ്ഥ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. കായംകുളം നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ ജനദ്രോഹ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ കവാടത്തിൽ സമരം സംഘടിപ്പിച്ചത്. കായംകുളം നഗരഭരണ നേതൃത്വം LDF ഭരണകാലത്ത് നടപ്പാക്കിയ മാലിന്യ സംസ്കരണ പ്ലാന്റ്, ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നിവ ഇപ്പോൾ പ്രവർത്തിപ്പിക്കാത്ത നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് LDF കൌൺസിലർമാർ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ LDF ഭരണകാലത്ത് നടപ്പാക്കിയ സായാഹ്ന ഒപിയിൽ ഡോക്ടറെ നിയമിച്ചിട്ടില്ല. തെരുവ് നായ പ്രശ്നത്തിൽ കാര്യക്ഷമമായ യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ജലാശയങ്ങളും തോടുകളും ഓടകളും മാലിന്യമുക്തമാക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിൽ അംഗങ്ങളെ തീരുമാനിച്ചതിലുള്ള ചട്ടവിരുദ്ധ സമീപനം തിരുത്തിയിട്ടില്ല. താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. ഈ കാര്യത്തിലൊക്കെ അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. സമരം പാർലമെന്ററി പാർട്ടി ലീഡർ S. കേശുനാഥ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികളാകെ അട്ടിമറിക്കുന്ന നിലപാടാണ് UDF ഭരണം സ്വീകരിക്കുന്നത്. ഒരു ഭരണ സംവിധാനത്തിൻ്റെ, പ്രാദേശിക ഭരണകൂടത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ LDF ഭരണ സംവിധാനം മാലിന്യ സംസ്കരണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് 3.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് മുരിക്കുമൂടിലെ ഡംപിംഗ് ഗ്രൗണ്ടിന് തൊട്ടടുത്തുള്ള 4.5 ഏക്കർ സ്ഥലത്ത് പുതിയ ആധുനിക രീതിയിലുള്ള പ്ലാന്റ് സ്ഥാപിച്ചു. എന്നാൽ ആ പ്ലാന്റ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് UDF ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പട്ടണത്തിൽ നിന്ന് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞുവെങ്കിലും അങ്ങനെ പട്ടണം മോടി പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി LDF നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് UDF ഭരണം പട്ടണത്തെ മാലിന്യ കൂമ്പാരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമീപകാലത്ത് നമ്മുടെ ടെക്സ്മോ ജംഗ്ഷനും കായംകുളം പട്ടണത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം മാലിന്യ കൂമ്പാരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവിടെ കഴിഞ്ഞ LDF ഭരണകാലത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ MB രാജേഷ് തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്ത പ്ലാന്റ് പ്രവർത്തിപ്പിക്കാതെ അവിടെ ഇന്ന് നിർജീവമായ അവസ്ഥയിലേക്ക് ആ പ്ലാന്റിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് UDF ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്ററി പാർട്ടി ഉപനേതാവ് മിനി സലീം അധ്യക്ഷയായി. LDF ഭരണകാലത്ത് വന്ന FSDP പദ്ധതി, മാലിന്യ സംസ്കരണ പ്ലാന്റ്, അതുപോലെ തന്നെ സായാഹ്നത്തിൽ ഒരു ഡോക്ടർ നിയമിച്ചിരുന്നു LDF ഭരണത്തിൽ. അതിനെപ്പോലെ അട്ടിമറിച്ച് അത് കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി അവരും രാജിവെച്ച് പോയതിനു ശേഷം ഈ പനി പടർന്നു പിടിച്ച ഈ സാഹചര്യത്തിൽ ഒരു ഡോക്ടറെ നിയമിക്കാൻ പോലും സഹിക്കാതെ ഇവിടുത്തെ ഭരണപക്ഷം മൂകമായിരിക്കുകയാണ്. A. നസീർ, A. അബ്ദുൽ ജലീൽ, അബ്ദുൾ വാഹിദ്, ഷാമില അനിമോൻ, അനിത ഷാജി, സജന ഷഹീർ, പ്രസന്ന സുരേഷ്, സീത സജീവ്, വാമാക്ഷി, അനീസ നൌഷാദ്, ഗംഗാദേവി, കാർത്തികക്കുട്ടി, ഷഹബാനത്ത് കുഞ്ഞുമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.